വാവച്ചി ഹാപ്പി ബർത്ത്ഡേ വാവച്ചി. വാവച്ചി ഇന്നെന്താ പരിപാടി? അറിഞ്ഞില്ലേ? ആർക്കറിഞ്ഞില്ല? കൊച്ചിനറിയില്ല. ഇന്ന് കേക്ക് കട്ടിങ് ഉണ്ടോ? കേക്ക് കട്ട് ചെയ്യുന്നുണ്ടോ? എപ്പോഴാടാ? അറിയില്ല എൻ്റെ കൊച്ചിന്. ഫ്രണ്ട്സ് വരുമ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡെക്കറേറ്റൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ വാവച്ചിയുടെ ഇന്ന് എന്താ ദിവസം? ബർത്ത്ഡേ വന്നു. ഇന്ന് എത്ര വയസ്സായി വാവച്ചി? 5. ഓ, പെട്ടെന്ന് ആ ദിവസം പോകുന്നേ, വർഷം പോകുന്നേ. 5 വയസ്സായി എൻ്റെ കൊച്ചിന്. ഈശ്വര, പതുക്കെ പോയാൽ മതിയായിരുന്നു വയസ്സൊക്കെ അല്ലേ? വാവച്ചിക്ക് പെട്ടെന്ന് വലുതാണോ അതോ പതുക്കെ വലുതായി മതിയോ? ആ, നല്ലത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ 5 വയസ്സായതുകൊണ്ട് ഞാൻ വാവച്ചിനോട് പറഞ്ഞു 5 ഗിഫ്റ്റ് കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് വാവച്ചിക്ക് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വാവച്ചിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പം പോരെ? ഇപ്പം വേണം. ഇപ്പം 1 തരത്തില്ല മമ്മ, ബാക്കി 4 പിന്നെ. ഉറപ്പാണോ? അതിന് മുന്നേ മമ്മ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. അപ്പം 6 ആകും. അപ്പോൾ ടോട്ടല് ബാഗ് തന്നായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ ചുമ്മാ അങ്ങ് തരാൻ പറ്റത്തില്ലോ. ഇതെന്താന്ന് ചുമ്മാ തൊട്ട് നോക്കിയിട്ട് പറയണം. പറയോ? നോക്കാം വാച്ചി, പറയാൻ നോക്കാട്ടാ. സ്റ്റിക്കോ? ഇത് ചേച്ചി പറഞ്ഞു തന്നായിരിക്കും. ക്യാമറാമാൻ ചേച്ചിയാണ്. ചേച്ചി ഓൾറെഡി സ്റ്റിക്ക് എന്ന് പറഞ്ഞു കൊടുത്തോണ്ടാണ് സ്റ്റിക്ക് എന്ന് പറഞ്ഞത്. അല്ല, ശരിക്കും പ്രസ് ചെയ്ത് നോക്കി, പൊട്ടത്തില്ല സാധനം. വാവച്ചിനെ ഫോക്കസ് ചെയ്ത് വാവച്ചിന്റെ ഫേസ് റിയാക്ഷൻ നോക്കി എടുക്കാം. ടോയ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ബാവുവിനെ പോലത്തെ ഒരു സാധനമാണ്. ബാവു എന്ന് വെച്ചാൽ വാവച്ചിന്റെ ടെഡി ബിയർ ആട്ടോ. ബാവു എന്തെങ്കിലും ഉണ്ടോ? അല്ല, അപ്പുറം ബാവു കുഞ്ഞു ടെഡി ബിയർ ആണേ. ഒന്നും കൂടെ പറയാം. ബാവുവിനെ പോലത്തെ ഒരു സംഭവം. തൊട്ട് നോക്ക്. ഓക്കെ, പൊട്ടിച്ച് നോക്കാം എന്നാ. വാച്ചിക്ക് അറിയില്ലെങ്കിൽ ഫസ്റ്റ് ചീന്നോ? നിനക്ക് സ്പൈഡർമാൻ ഇഷ്ടമായി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഞാൻ തേടി എടുത്തത് സാധനം ചീന്ന. എനിക്ക് ഭയങ്കര വിഷമമായി. ഇന്ന് 4 ഗിഫ്റ്റ് തട്ടില്ല എന്നാ. അപ്പൊ എന്നാലും എനിക്ക് വിഷമമായി. എന്ത് കഷ്ടപ്പെട്ട ഞാനും നിന്റെ ചേച്ചിയും കൂടെ കുറേ കടയിൽ പോയി 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 അവസാനം നല്ലൊരു സ്പൈഡർമാനെ കിട്ടിയതാ. ഇത് വേറെ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു, ചെറുത്. അത് കൊള്ളില്ലായിരുന്നു. എന്നാലും നീ ചീന്നെന്തിനാ പറഞ്ഞേ? എൻ്റെ മൂടൊക്കെ പോയി. ഇനി 4 ഗിഫ്റ്റ് എനിക്ക് തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? സീരിയസ് ആയിട്ടും? അപ്പം ഇനി അടുത്ത ഗിഫ്റ്റൊക്കെ പിന്നെ ഉള്ളൂ കേട്ടോ. വാവച്ചിൻ്റെ കേക്ക് 5:30 കട്ട് ചെയ്യുന്നത്. കാരണം ഇന്നൊരു കല്യാണം ഉണ്ട്, പിന്നെ ഒരു വളകാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം 5:30 നമ്മൾ വച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമുക്ക് വളകാപ്പിന് പോകണം. വളകാപ്പിന് പോവാം. വളകാപ്പിന് പോകാൻ നമുക്ക് റെഡിയാകാം. സോ സ്പൈഡർമാൻ ചീസ് സ്പൈഡർമാൻ എന്ന് ഞാൻ ഇവിടെ പേരിടാം. ചീസ് സ്പൈഡർമാൻ. ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. സമയം 12:45. ഇപ്പോൾ ഒരു വളകാപ്പുണ്ട്. അപ്പം നമ്മൾ വളകാപ്പ് ഫംഗ്ഷന് പോവാണ്. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. വാവച്ചിയുടെ കോസ്റ്റ്യൂം ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സാണ് വാവച്ചിയുടെ ഡ്രസ്സ്. ഒരു ക്യൂട്ട് ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് എനിക്ക് വരുമോ വാച്ചി? താങ്ക് യു. അപ്പോൾ നമുക്ക് വളകാപ്പിന് പോകാം. ആദ്യമായിട്ടാണ് വളകാപ്പ് ഫംഗ്ഷന് പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് യാതൊരു എന്താ പറയുക ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് പോയി വളകാപ്പ് ഫംഗ്ഷൻ കാണാം. പോവാം. ഡാൻസാ? കളിക്കോ? Later.
Happy birthday, happy birthday, happy birthday to you. അമ്മയ്ക്ക് കൊടുക്കാം. അച്ഛൻ കണ്ണടച്ചിട്ട് കണ്ണടയ്ക്കണം. ഗിഫ്റ്റ് ഉണ്ട്, ഒരു ബിഗ് സർപ്രൈസ്. കണ്ണടയ്ക്ക്. ഹാപ്പി എന്താ മമ്മ എടുത്ത് വരുന്ന സന്തോഷം കൊണ്ട് കരഞ്ഞു പോയോ? ഓക്കെ എക്സൈറ്റ്മെന്റ് എന്താ പറയണ്ടേന്ന് അറിയില്ല. അതേ പോണ്. വാവച്ചയ്ക്ക് എപ്പോഴും ആമിയുടെ കൂടെ ഇനി സൈക്കിളിൽ പോവാം. വാവച്ചിയുടെ ഫ്രണ്ട് ആരാമോ? വൈകിയാണോ? വാവച്ചയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക.